എപ്പോഴും ചോറും കറിയൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കഴുകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഉമ്മ കഴുകിക്കോളും. അങ്ങനെ സവാളൊക്കെ വറുത്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ട. അങ്ങനെ സവാളയും നട്ട്സൊക്കെ വറുത്തെടുത്തു. പിന്നെ രണ്ടാമത്തെ റൗണ്ട് വറുക്കാറിട്ടു. ചോറ് വേവിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തിളയ്ക്കാനായിട്ട്. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് പൊരിച്ച് വെച്ച സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി പുതിനയില മല്ലിയില അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, തൈര് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സവാള വറുത്ത് വെച്ചായിരുന്നു, ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. ഞാൻ കുറച്ച് കളർ കുറവെന്ന് തോന്നിയപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ഇട്ടായിരുന്നു അതിനകത്തേക്ക്. ഇടയ്ക്ക് ഞാൻ സവാളയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. എത്ര മിക്സ് ചെയ്യുന്ന അത്ര ടേസ്റ്റ് കൂടും ചിക്കന്. അപ്പോഴത്തേക്കും ചോറൊക്കെ റെഡിയായി വന്നായിരുന്നു. പിന്നെ ഞാൻ ചിക്കൻ ജസ്റ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചായിരുന്നു, ആ മസാലയ്ക്ക് ഒന്ന് ജസ്റ്റ് പിടിക്കാനായിട്ട്. ഞാൻ കുറച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ റൈസൊക്കെ ഇട്ട് ദമ്മിട്ടിട്ട് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതും മല്ലിയിലെല്ലാം കൂടി ഇട്ട് ഒരു അരമണിക്കൂർ ദമ്മിട്ട് വെച്ചായിരുന്നു. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് വയറ് നിറച്ച് ബിരിയാണി വെച്ചു.